ഡോക്ടറെ കാണണോ? ഡോക്ടറൊന്നും കാണണ്ടമ്മേ, കുറച്ചേരം കിടന്നാ മതി, ഇതങ്ങ് മാറും. നീ എപ്പോഴും ഇങ്ങനെ പറയും. നിനക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ഇരുന്നൂടെ മോളെ? എന്തിനെങ്ങനെ മൂടി പൊളിച്ചിരിക്കുന്നത്? ഈ ഇരിപ്പിലാണമ്മേ എനിക്ക് സുരക്ഷിതത്വം. മോള് വാ, ആഹാരം കഴിക്കാം. കൃത്യസമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ അതും പ്രശ്നമാണേ. ഇപ്പൊ എനിക്ക് വിശപ്പില്ലമ്മേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. മോള് വന്നേ, മോള് വന്നേ. എന്താ മോളെ ഇത്? എന്ത്? നല്ല ചൂടുണ്ടല്ലോ. അമ്മ ഒരു കഷായം കാച്ചി തരാം. ആദ്യം വന്ന് ആഹാരം കഴിക്കേ. വാ മോളെ. മോളെ ഇരിക്കണം. എന്നെ കാണുമ്പോൾ മുഖം വീർപ്പിച്ച് രോഷം പ്രകടിപ്പിക്കുന്നവളാണ് വന്ദന. ഇന്നൊന്നും നോക്കുന്നത് പോലും ഇല്ലല്ലോ. ഇവൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പൂജ കഴിഞ്ഞ് വന്ന പിന്നെ വന്ദനയാകെ മൂഡൌട്ടിലാണ്. എന്തു പറ്റി മോളെ? ഇപ്പോൾ അലട്ടുന്ന പ്രശ്നം താലിയ. താലി കെട്ട് കഴിഞ്ഞാൽ കുടുംബാംഗങ്ങളെ പിരിയുന്ന ദുഃഖം സ്വാഭാവികമാണ്. പക്ഷെ ചേച്ചിക്ക് 100% ആപ്റ്റായ പയ്യനാണ് ഗൗതം. ഗൗതമിന്റെ ഭാര്യയാകുന്നതോടെ വന്ദന ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ രാജകീയ പ്രൗഢിയിലേക്ക് മാറിയിരിക്കും. റോയൽ സ്റ്റാറ്റസ്. ഏത് കാര്യവും പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് വന്ദനേച്ചിക്കുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണ്. മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ വന്ദനേച്ചിയുടെ താലികെട്ട് എന്ന കടമ്പ കടന്നതിന് ശേഷം അഭിപ്രായം പറയുന്നതായിരിക്കും നല്ലത്. കാര്യങ്ങൾ ഇത്രയ്ക്കായിട്ടും സഹോദരങ്ങൾ ഇങ്ങനെ തലതിരിവ് കാണിക്കുന്നത് പരമ കഷ്ടമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. ഭക്ഷണം കഴിക്കാനും സമ്മതിക്കില്ലേ? ആ
നടക്കും മോനെ. വന്ദനയുടെ വിവാഹം മംഗളമായി തന്നെ നടക്കും. ഈ ഊരാ കുടിക്കിൽ നിന്നും എന്നെ രക്ഷിക്കാൻ ജഗന് മാത്രമേ കഴിയുള്ളൂ. ജഗനെ ഒന്ന് കാണണം, എത്രയും വേഗം. ഇതൊക്കെ ഞാൻ ചെയ്തോളാം. മാധവേട്ടൻ അവിടെ ഇരുന്നാ മതി. ഏയ്, അതൊന്നും ശരിയാവില്ല. ഷീറ്റ് വിരിക്കുമ്പോ അതില് ചുളിവൊന്നും ഉണ്ടാവാൻ പാടില്ല. രണ്ട് വശവും നിന്ന് വലിച്ചു പിടിച്ച് വേണം ഷീറ്റ് വിരിക്കാൻ. ആ ആ, ആ പില്ലോ കവർ എടുത്തേ. ആ ആ ഇട്. ഇവിടെ അവർക്ക് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. അച്ഛാ, അച്ഛനും അമ്മയും കഠിനമായ പരിശ്രമത്തിലാണല്ലോ. ഇതൊക്കെ വർഷ ചെയ്യുമായിരുന്നില്ലേ? മോനെ, നീ ഇപ്പൊ ഞങ്ങൾക്ക് മരുമോ മാത്രമല്ല, അതിഥി കൂടിയാ. ഒരു രാത്രി ഈ വീട്ടിൽ കഴിയാന്ന് തീരുമാനിച്ചത് തന്നെ വലിയ കാര്യമല്ലേ. പിന്നെ ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാ. അതൊന്നും സാരയില്ല അച്ഛാ. ആ, ഇവിടെ AC ഒന്നും ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം ഞങ്ങൾക്കുണ്ട്. എന്നും AC-യിൽ കിടന്നുറങ്ങുന്ന ആളല്ലേ. അയ്യോ, അങ്ങനെ ഒരു വിഷമവും വേണ്ടമ്മേ. നിങ്ങളുടെ മുറി ഞങ്ങൾക്കായി ഒഴിഞ്ഞേരേണ്ട കാര്യമില്ലായിരുന്നു. ഹാളിലൊരു ഷീറ്റ് വിരിച്ച് കിടന്നാലും എന്റെ ഉറക്കത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അനാഥാലയത്തിൽ മറ്റു കുട്ടികൾക്കൊപ്പം ഞെങ്ങി കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. ആ ശീലം ഞാൻ മറന്നിട്ടില്ലമ്മേ. ഈ രാത്രി ഞാൻ ഒരിക്കലും മറക്കില്ലമ്മേ. സ്വന്തം അച്ഛനമ്മമാരുടെ സംരക്ഷണത്തിൽ ഒരു രാത്രി സുരക്ഷിതനായി കഴിയുന്ന ഒരു കൊച്ചുകുട്ടിയുടെ സംതൃപ്തിയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. അഥവാലിന് ഒരിക്കലും കിട്ടാത്ത സൗഭാഗ്യ ഈ രാത്രി നിങ്ങൾ എനിക്ക് സമ്മാനിക്കുന്നത്. മോൻ കരയാണോ? ഇങ്ങനൊരു സ്നേഹം കിട്ടാൻ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്ത് പുണ്യ ചെയ്ത്? പുണ്യം ചെയ്ത് ഞങ്ങളാ മോനെ. ഇതുപോലൊരു മരുമകനെ അല്ല മകനെ കിട്ടിയതിന്. ഞങ്ങൾക്ക് 2 ആൺമക്കളുണ്ട്. പക്ഷേ ഒരു മകന്റെ സ്നേഹം ഞങ്ങൾ അറിയുന്നത് നിന്നിലൂടെയാ മോനെ. മതി മതി. സ്വന്തം അച്ഛനമ്മമാരുടെ മുറിയിൽ സുഖമായി ഉറങ്ങാൻ കിട്ടിയ രാത്രിയായത്. സെന്റിമെന്റിൽ മുഖി നശിപ്പിക്കരുത്. എന്നാ നിങ്ങൾ കിടന്നു. ശരി അച്ഛാ. ശരി, ഗുഡ് നൈറ്റ്. ഇപ്പൊ ശരിക്കും മനസ്സിലായില്ലേ സാധുക്കളായ എന്റെ അച്ഛനമ്മമാരെ? സ്നേഹിക്കാൻ മാത്രമേ അവർക്കറിയൂ. അച്ഛനമ്മമാരുടെ മകളും സ്നേഹിക്കാൻ സ്പെഷ്യലിസ്റ്റ് ആണല്ലോ. അയ്യേ, ഈ ഏട്ടൻ എപ്പോഴും റൊമാൻറ്റിക്കാ. പിന്നെ അല്ലാതെ റൊമാൻറ്റിക് ആവേണ്ട പ്രായത്തിലാണ് റൊമാൻറ്റിക് ആവേണ്ടത്, അല്ലാതെ വയസ്സാകുമ്പോഴല്ല.
ആരാ ഈ സമയത്ത് വ്യായാമം ചെയ്യാനും സമ്മതിക്കില്ലേ? ശ്ശേ. വന്ദന, എന്റെ ഭാര്യയാണല്ലോ വിളിക്കുന്നത്. ഹലോ, ഞാനാ വന്ദന. ഹലോ വന്ദന, ഗുഡ് മോർണിംഗ്. ജഗൻ, ഞാൻ കുറച്ച് പ്രശ്നത്തിലാ. എനിക്ക് ജഗനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അതിനെന്താ, കാണാലോ. എന്തു പറ്റി? പറയാൻ ഏറെ കുറെ ഉണ്ട്, ഫോണിലൂടെ പറയാൻ പറ്റില്ല. അത്രയ്ക്കും ഗൗരവമുള്ള കാര്യമാണോ അത്? ജഗന് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ബുദ്ധിമുട്ടോ? അതെന്ത് ചോദ്യാ? വന്ദന എന്റെ സ്വന്തം ആളല്ലേ? അതേന്നേ, ഇപ്പോ എന്തിനും ഏതിനും വന്ദനയ്ക്കൊരു സഹായമായിട്ട് ഞാൻ ഒപ്പം ഉണ്ടല്ലോ. എന്താ പ്രശ്നം? ഒരു സൂചനയെങ്കിലും. അതൊക്കെ ഞാൻ നേരിട്ട് തന്നെ പറയാം. മതി. എന്ത് പ്രശ്നങ്ങളും നേരിട്ട് പറയുന്ന നല്ലത്. എനിക്കെന്റെ പെണ്ണിനെ നേരിട്ട് കാണാമല്ലോ. ജഗൻ എന്താ പറഞ്ഞത്? അല്ല, വന്ദന പറഞ്ഞാ മതി, നേരിട്ട് കാണാമല്ലോ എന്ന്. എങ്കിലും ബീച്ച് റോഡ് ജംഗ്ഷനിൽ വന്ന് ഞാൻ വെയിറ്റ് ചെയ്യാം. രാവിലെ ഒരു 10 മണിക്ക് വന്നാൽ മതി. എന്തിനാ 10 മണിയാക്കുന്നത്? 9:45 ഞാൻ അവിടെ ഉണ്ടാവും. ശരി. വന്ദനയ്ക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ. ഒരു ടെൻഷനും വേണ്ട. വന്ദനയ്ക്കൊപ്പം ഞാനുള്ളപ്പോൾ ഏത് ടെൻഷനും ഞാൻ പരിഹരിച്ചിരിക്കും. ശരി. എന്റെ ഭാര്യ എന്നെ കാണാൻ ആഗ്രഹിക്കുക. എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ പരിഹരിച്ചിരിക്കും. അതൊരു ഭർത്താവായ എന്റെ കടമയാണ്. ഈശ്വര, ഇനി അവളുടെ കഴുത്തിൽ താലി കെട്ടത് ഞാനാണെന്ന് അവൾ അറിഞ്ഞിരിക്കും. ഏയ്, അതിന് സാധ്യതയില്ല. എങ്കില് എന്നോട് ഇത്ര സോഫ്റ്റായിട്ട് പെരുമാറുമായിരുന്നില്ല. എന്റെ ശ്രീപത്മനാഭ, എന്റെ ഭാര്യയെ കാണാൻ കൊതിയായി. ഐ ലവ് യു വന്ദന, ഐ ലവ് യു. സമയാവുന്നല്ലോ. അച്ഛന്റെ റിട്ടയർമെന്റിൽ കിട്ടിയ പണം മുഴുവൻ ഏകദേശം ചെലവായി പോയി. ഒരു ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റാ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്പനി മുന്നോട്ട് പോണെങ്കിൽ ഇനിയും നല്ലൊരു തുക ഇറക്കണം. അതിനും കുറച്ചു പണം കൂടി കടന്നു സഹായിച്ചുകൂടെ? ഈടായിട്ട് തരാൻ എൻ്റെ ഒന്നുമില്ല. അതൊന്നും നടക്കില്ല. അമ്മായേശൻ ഇപ്പോഴും പുച്ഛൻ തന്നെയാ സ്ഥായിയായ ഭാവം. ചേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പ്ലീസ്. അമ്മ കൊടുത്ത പണം മുഴുവനും തൊലച്ചെന്നാ തോന്നുന്നത്. സ്വന്തം കൂത്താടലിന് തന്നെ വേണമല്ലോ അവന് ലക്ഷങ്ങള്. പിന്നെങ്ങനെ ബിസിനസ് നടത്ത്? നശിപ്പിക്കാൻ പറഞ്ഞൊരു ജന്മം. തൽക്കാലം ഒരു 5 ലക്ഷം രൂപ കൂടി കിട്ടിയ ബിസിനസ് പ്രൊസീഡ് ചെയ്യാം. 5 ലക്ഷമോ? മുതലും പലിശയൊക്കെ ഞാൻ കൃത്യമായി മടക്കി തരാം. ഒന്നുമില്ലേലും മുൻ MLA കരുണാകരക്കുറുപ്പിന്റെ മരുമകനല്ലേ ഞാൻ. അയാളത് കേൾക്കണ്ട, ഇവന്റെ മുട്ടുകാല് തല്ലി ഓടിക്കും. എന്റെ പൊന്നു ചേട്ടാ, വസ്തു ആഭരണങ്ങളൊന്നും ഗ്യാരണ്ടി വെക്കാനില്ല. ഒപ്പിട്ട ബ്ലാങ്ക് ചെക്ക് തരാം. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കണം. ഇവനെ സഹായിക്കുന്നവന്റെ അധോഗതി തന്നെ. ഹലോ ഹലോ. കട്ടാക്കി. അവൻ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു. കുറുപ്പിന്റെ മരുമകനെന്ന് പറയുന്ന പോലെ എനിക്ക് പാരയാ.
എന്താ നിന്റെ പ്രശ്നം? എന്ത് പ്രശ്നം? ഒന്നുമില്ല. ഹരിത ഫർണിച്ചേഴ്സിൽ നിന്ന് ഫർണിച്ചറൊന്നും വിപണിയിൽ ഇറങ്ങി കണ്ടില്ലല്ലോ. എന്താ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിർത്തിയോ? എടാ വെറുതെ രാവിലെ ചൊറിയാൻ വരല്ലേ. ഡാ, നിന്റെ പ്രശ്നം എന്താണെന്ന് പറ. കഴിയുമെങ്കിൽ പരിഹരിക്കാൻ ഞാൻ സഹായിക്കാം. കമ്പനി സെറ്റിൽ ചെയ്തപ്പോ തന്നെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ തീർന്നു. കുറച്ച് പണം കൂടി ഉണ്ടെങ്കിലേ ബിസിനസ് മുന്നോട്ട് നീങ്ങൂ. എടാ, ഞങ്ങൾ സഹോദരങ്ങൾക്ക് അവകാശപ്പെട്ട പണം നീ തന്ത്രപൂർവം തട്ടിയെടുത്തു. ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി മറികടന്നുകൊണ്ടാ നീ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. അതിൻ്റെതായ അനിഷ്ടങ്ങൾ കാണാനുണ്ട്. എന്തായാലും സ്വന്തം അനിയനായി പോയില്ലേ. ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം. തരാടോ. എൻ്റെ പക്കൽ ഒരാളുണ്ട്. പണം പലിശയ്ക്ക് കടം കൊടുക്കുന്നവനാ. വലിയ കുഴപ്പക്കാരനൊന്നുമല്ല. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അയാളെ നിനക്ക് പരിചയപ്പെടുത്തി തരാം. ഏതാ കക്ഷി? ഖാദർന്ന അയാളുടെ പേര്. വലിയ വലിയ കമ്പനികൾക്ക് മാത്രം കടം കൊടുക്കുന്നയാളാ. ഒരു പ്രൊഫഷണൽ ബാങ്കർ. എന്താ, അയാളെ കാണാൻ താല്പര്യമുണ്ടോ നിനക്ക്? ഉണ്ട്. എത്രയും പെട്ടെന്ന് ഏട്ടൻ അയാളെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം. ആയിക്കോട്ടെ. അയാളെ കണ്ടാല് ഒരു കൂതറ ലുക്ക് തോന്നുമെങ്കിലും മാന്യമായ ഇടപാടുകൾ നടത്തുന്ന വ്യക്തിയാ. നിന്റെ ഇടപെടലും മാന്യമായിട്ടിരിക്കണം. അല്ലെങ്കിൽ അയാളെ കൂതറ പരിപാടികളെ പുറത്തെടുക്കും. എന്റെ ഡീലിങ്സ് അല്ലേ, എല്ലാം വളരെ മാന്യമായിരിക്കും. നിന്റെ ഡീലിംഗ് ആയതുകൊണ്ടാ ഒരു പേടി. ഏട്ടൻ വല്ലതും പറഞ്ഞോ? ഹേയ്, ഇല്ല. അല്ല, ഈ ഖാദറിനെ മീറ്റ് ചെയ്യുന്നത് എപ്പോഴാ എവിടെ വെച്ചാ എന്ന് ഞാൻ പറഞ്ഞുതരാം. താങ്ക് യു ഏട്ടാ. താങ്ക് യു. ഉമ്മ വെച്ച് കവളം ചീത്തി. മനോജേ, നീ പെട്ടടാ. ഇനി ഞാൻ നിനക്കൊരു കെണി ഒരുക്കി വച്ചിരിക്കും. അതില് നീ പെടും. പുറത്തിറങ്ങാൻ പറ്റാതെ ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിനെ പോലെ. എൻ്റെ ഭാര്യ വന്ദനെ ഇപ്പം കണ്ട എന്തോ ഒരു പ്രത്യേകതയുണ്ട്. പാവം, താലി മറയ്ക്കാൻ അവള് പാടുപെടുക. അവളുടെ കഴുത്തിൽ ഞാനാണ് താലി കെട്ടിയെന്ന് അവൾക്ക് അറിയില്ലല്ലോ. താലി ഞാൻ കണ്ടോന്നുള്ള ടെൻഷനാ പാവത്തിന്. അല്ല, എന്താ വന്ദനയുടെ പ്രശ്നം? എന്തോ ടെൻഷൻ ഉള്ളതുപോലെ. കഴുത്തിലൊരു താലി വീണതാണ് പ്രശ്നമെന്ന് ജഗനോട് പറയണം. വേണ്ട, തൽക്കാലം അത് ജഗൻ അറിയണ്ട. എന്താ വന്ദന ആലോചിക്കുന്നത്? എനിക്ക് ജഗന്റെ ഒരു ഹെൽപ്പ് വേണം. പറഞ്ഞോളൂ, എന്ത് ഹെൽപ്പാണ് ഞാൻ ചെയ്യേണ്ടത്? ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന എന്റെ കല്യാണം മുടക്കണം. കല്യാണം മുടക്കാനോ? എന്താ വന്ദന ഈ പറയുന്നേ? എത്ര കഷ്ടപ്പെട്ടിട്ടാ നിന്റെ അച്ഛനെ ഈ വിവാഹം ഉറപ്പിച്ചത്. അത് മുടക്കണമെന്നൊക്കെ പറയുന്നത് പാപമല്ലേ വന്ദന? എന്താ, ഗൗതമിനെ വന്ദനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ദയവ് ചെയ്ത് അതൊന്നും എന്നോട് ചോദിക്കരുത്. ഈ സമയത്ത് എന്നെ സഹായിക്കാൻ മനസ്സുള്ള ഒരു സുഹൃത്തിനെയാണ് എനിക്ക് വേണ്ടത്. നീ എനിക്ക് സുഹൃത്തല്ല, എന്റെ ഭാര്യ. നിന്റെ കല്യാണം മുടക്കേണ്ടത് നിന്റെ മാത്രമല്ല, എന്റെയും ആവശ്യമാണ്. ജഗൻ എന്താ ഒന്നും പറയാത്തെ? അല്ല, ഒരു കല്യാണം മുടക്കിയുടെ വേഷം കൂടി ഞാൻ കെട്ടണല്ലോ എന്നാലോചിക്കായിരുന്നു. എന്തായാലും വന്ദന ആവശ്യപ്പെട്ടതല്ലേ,
കല്യാണം ഞാൻ മുടക്കിത്തരാം. അല്ല, എങ്ങനെ മുടക്കും? ആ, അതിന് ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടോളാം. എന്നെ കുറിച്ച് അപവാദം പറഞ്ഞു പരത്തിയിട്ടാണോ? മുമ്പ് ഒരുത്തനൊരു പോസ്റ്റർ ഒട്ടിച്ചു. ദേ, അന്നവനെ ഓടിച്ചിട്ടാ ഞാൻ അടിച്ചത്. നാടും നാട്ടുകാരൊക്കെ അറിഞ്ഞ് നാണക്കേട് സ്വയം വരുത്തി വെക്കണോ? നീ എന്റെ സ്വന്തം ഭാര്യ, നീ എന്റെ പ്രാണന. നിന്നെ കുറിച്ച് ഞാൻ അങ്ങനെ അപവാദം പറയുന്നത്? ജഗനെന്തോ പറഞ്ഞല്ലോ. പറഞ്ഞു. അല്ല, ഈ വന്ദനയുടെ അമ്മ ചന്ദ്രികാമ്മയെ എനിക്ക് ജീവനാ. വന്ദനയെ കുറിച്ച് അപവാദം പറഞ്ഞ അത് ചന്ദ്രികാമ്മയ്ക്ക് സങ്കടമാവില്ലേ? ചന്ദ്രികാമ്മയ്ക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്നാ പറഞ്ഞത്. അങ്ങോട്ട് ചോദ്യമൊന്നും പാടില്ല എന്നാ വന്ദനയുടെ നിബന്ധന. എന്നാലും ആകാംക്ഷ കൊണ്ട് ചോദിക്കുക, എന്തുകൊണ്ടാ ഇത് വേണ്ടെന്ന് വെക്കുന്നേ? അതിപ്പോ ഈ കല്യാണം നടന്ന അതെന്റെ നിയമയുടെ ഭാവിയെ ബാധിക്കും. അതുകൊണ്ടാ ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നത്. മനസ്സിലായി? എന്നാൽ കഴിയുന്ന എന്ത് സഹായവും ഞാൻ ചെയ്യാം. ഈ കല്യാണം ഞാൻ മുടക്കാം. മുടങ്ങി തന്നെ സമ്മാനിച്ചോ? ഉറപ്പ്.